കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ലവോദിക്ക എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മീയ ഗോളത്തിൽ നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു സബ്ജക്റ്റായിട്ടാണ് ഈ സബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അധികം ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. പിതാക്കന്മാരായിട്ടുള്ള ദേവദാസന്മാരിൽ നിന്ന് ഈ ഉപദേശങ്ങൾ കേൾക്കാനും പഠിക്കാനും ധ്യാനിപ്പാനും ഇടയായി. അന്ന് മുതൽ ഇത് ഭാഗികമായിട്ടും ഒക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ 2026 ഒരു ചെറിയ അളവിലെങ്കിലും അത് ഒന്ന് പറയാനായിട്ട് കർത്താവ് എന്നെ നിയോഗിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഗഹനമായ വിഷയമാണ്, വളരെ സങ്കീർണമായൊരു വിഷയമാണ്, വളരെ വിലപ്പെട്ടൊരു വിഷയമാണ്. ഈ പ്രസംഗമെന്നുള്ളത് കാക്കാശിന് വിലയില്ലാത്ത ഒരു കാലഘട്ടമായി മാറി. പ്രസംഗത്തിന് എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കണം, ഒരു പിടിയില്ല, ഒരു തുമ്പും ഇല്ലാത്തൊരു പോക്കാ പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കാൻ ശ്രമിക്കുക. യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി പ്രസംഗിക്കുക. ആ പ്രസംഗം സത്യവചനമായിരിക്കണം, പത്യവചനമായിരിക്കണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ നമ്മൾ മാർക്കിട്ട് കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. ബഹുഭൂരിപക്ഷവും പ്രസംഗമാണെന്ന് പറഞ്ഞ് മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്ക് മാറി. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലേക്ക് സഭകൾ മടങ്ങി വരണം, ശുശ്രൂഷകന്മാർ മടങ്ങി വരണം, പ്രാസംഗികന്മാർ മടങ്ങി വരണം, വിശ്വാസികൾ മടങ്ങി വരണം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന നിലയിൽ ഇന്ന് ശുശ്രൂഷ ഇഷ്ടംപോലെ ധൃതഗതിയായി നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു ഗുണവുമില്ല ആർക്കും. പ്രസംഗിക്കുന്നവരുടെ പോക്കറ്റിൽ കാശ് പോകുന്നുണ്ട്. പിന്നെ ചില പ്രൊജക്റ്റുകൾ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാമെന്നല്ലാതെ ഈ കേൾക്കുന്ന ജനത്തിന് നിത്യത പ്രാപിക്കുവാൻ, ഒരുങ്ങുവാൻ, ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് ഇന്നത്തെ പ്രസംഗങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. സഹോദരങ്ങളെ, ഞാൻ സത്യമായിട്ട് പറയുക. പത്രോസ് പറഞ്ഞു, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. പൗലോസ് പറഞ്ഞു, എൻ്റെ വചനത്തിന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രസന്നത്താൽ അത്രയായിരുന്നത്. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം. ഇതാർക്കും വേണ്ടല്ലോ ഉപദേശം. റോമർ 6 നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അപ്പോൾ ഉപദേശം പഠിച്ചനുസരിക്കുമ്പോൾ ആ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്, നീതിയുടെ ദാസനാകുന്നത്, കർത്താവിൻ്റെ ദാസനാകുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസിയാകുന്നത്. ഇല്ലെങ്കിലൊന്നും ആകത്തില്ല. നമ്മൾ ദൈവദാസൻ, ദൈവദാസി എന്നൊക്കെ വിളിച്ചിങ്ങനെ സായുജ്യം അടയുക. പ്രിയ ദൈവദാസൻ വരുന്നു, ദൈവദാസി വരുന്നു എന്നൊക്കെ നമ്മൾ പറയുക. ആരാ ദൈവദാസൻ, ആരാ ദൈവദാസി? പാപത്തിൻ്റെ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ രൂപം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. എന്താ ദൈവമക്കളെ നമ്മൾ ഈ കേൾക്കുന്നത്? കർത്താവ് വരാറായി, സഭയെടുക്കാൻ നേരമായി. ഇന്നത്തെ ഈ പോക്ക് അങ്ങോട്ടാണ്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിപ്പാൻ ആറ് നിങ്ങളെ തടുത്തു കളഞ്ഞു. അനേകരുടെ ഓട്ടം പിശാച് തടഞ്ഞിട്ടിരിക്കുക. ദുരുപദേശത്തിന്റെ കെട്ടിൽ അനേകരെ കെട്ടിക്കളഞ്ഞു. ഈ ന്യൂ ജനറേഷന്മാരുടെ പാസ്റ്റർമാരുടെ പ്രസംഗത്തിലൂടെ അനേക വിശ്വാസികളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക. സത്യമായിട്ട് ഞാൻ പറയുക. ഹല്ലേലൂയ. ഈ ഇന്നത്തെ ദിവസം ഞാൻ പ്രവൃത്തി പുസ്തകത്തിലൊരു വാക്യം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ വാക്യത്തിൻ്റെ പൊരുള് ദൈവമക്കളോട് ഞാനന്ന് പറയാനായിട്ട് കർത്താവ് ശരണപ്പെടുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോണേ. പൗലൂസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ
ഉദ്ദേശം എന്താണെന്ന് ഇവിടെ ലൂക്കോസ് പ്രവൃത്തി പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ എന്താണ്? ജനത്തിന് പാപമോചനം ഉണ്ടാകണം, അതിനുള്ള പ്രസംഗം പ്രസംഗിക്കണം. ജനത്തിന് വണ്ടി മേടിക്കാനും കിണ്ടി മേടിക്കാനും പിന്നെ വീട് വെക്കാനും ജോലി കിട്ടാനും പിന്നെ ലോകത്തിലുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാനുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പ്രാസംഗികന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാത്താൻ്റെ ചതിയാണ്, ഇത് കെണിയാണ്. അത് കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നന്നാകണമെന്ന് പറയുമ്പോൾ, ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ, ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതാർക്കും വേണ്ട. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഞാൻ ദേശത്തിന്മേൽ അയക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനവാക്യമാണ്. ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഇതാ ദൈവം അയക്കാൻ പോകുന്നു. സഭ മാറ്റപ്പെട്ടതിന് ശേഷം അന്വേഷിച്ച് നടക്കും, കണ്ടുകിട്ടുകയില്ല. അന്വേഷിച്ച് നടന്നാൽ കിട്ടത്തില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഞാനത് വായിച്ച് ഞെട്ടിത്തിരിഞ്ഞിരിക്കുക. ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, ആർക്കും വേണ്ട. എന്നാൽ ഇതിനു വേണ്ടി ദാഹിച്ച് നടക്കുന്ന ഒരു സമയം വരുമെന്ന് ദൈവവചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. ദാഹിച്ച് നടക്കുന്ന സമയം. ഞാനത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ വചനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആമോസ് 8:11-12 അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടിയില്ലതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. യൂത്ത്സിന് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് വചനത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് പാട്ടും കൂത്തും നൃത്തവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപകടം മണത്തത് കൊണ്ടായി പറയുന്നത്. പാട്ട് നല്ലതാണ്, പക്ഷേ പാട്ടുപാടി പാട്ടിലാക്കുന്ന പാട്ടുകാരായി മാറി. ദൈവവചനം പഠിപ്പിക്കുന്നില്ല, വചനം പഠിപ്പിക്കുന്നില്ല. പാപത്തിൻ്റെ ദാസ്യന്മാരായിരിക്കുന്നവരെ ഉപദേശം പഠിപ്പിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരാക്കുന്നില്ല. നീതിയുടെ ദാസന്മാരും ആക്കുന്നില്ല. ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളും കുറേ സംഗീതം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും പാടാനൊക്കെ അറിയാം. എല്ലാം കെട്ടിപ്പറക്കി വെച്ചേക്കുന്നതിൻ്റെ കാര്യം, പാട്ടുപാടിയാൽ കാര്യം നടക്കത്തില്ല. വചനത്തിൻ്റെ പഠനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അതിനാണ് ഈ വചനം പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലെ അനേകരുണ്ട്, ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വചനത്തിൻ്റെ പഠനങ്ങൾ എവിടെ? ഉണർവ് മീറ്റിങ്ങുകളൊക്കെ നല്ലതാണ്, ഞങ്ങളും ചില സമയത്ത് അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ശക്തമായ വചന പഠനം വിശ്വാസികൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായാൽ തെറ്റിപ്പോകുന്നു. ഇവിടെ എന്താ പ്രവാചകൻ ആമോസ് പറയുന്നത്? കാട്ടത്തിപ്പഴം പറക്കുന്നവൻ പറിക്കുന്നവനല്ല, പറിക്കാൻ കഴിവ് വേണം, പറക്കാൻ കഴിവ് വേണ്ട. കൊട്ടയമായിട്ടിരുന്നാൽ മതി, വീഴുമ്പോൾ പൊത്തോന്ന് വീഴുമ്പോൾ പോയി പറക്കിയിടാം. പറിക്കണമെങ്കിൽ കയറി പറിക്കണം, തലയും കുത്തി തറയിൽ പോവും. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രവാചകനാണ് വിളിച്ചു പറയുന്നത്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ് ദാഹം വരാൻ പോകുകയാണ്. സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് നടക്കും. എവിടെയെങ്കിലും വചനം പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കും. ലഭിക്കില്ല. ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നു. ഈ വ്യൂസൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഞങ്ങളുടെ പ്രസംഗത്തിന് 30, 40, 50 ഒക്കെ കിട്ടത്തുള്ളൂ. കണ്ട ചപ്പും ചവറും പറഞ്ഞു വെച്ചാൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഓടും. എങ്ങനെയുണ്ട്? വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കുകയാണ് ഇന്ന് പലരും. ഹല്ലേലൂയ.
ഒരു പെണ്ണൊരു ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ട കഥ നമ്മൾ കണ്ടല്ലോ. അത് യൂട്യൂബിൽ കാശുണ്ടാക്കാനുള്ള തത്രപ്പാടായിരുന്നു. പക്ഷെ ഉണ്ട തിന്നേണ്ട ഗതികളിലേക്ക് വന്നിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ള അല്ല, ഇത് സഭയെ ശുദ്ധവും നിർമ്മലമായ നിലയിൽ ദൈവം മുമ്പാകെ കാഴ്ചവെക്കുവാൻ ഈ പത്യോപദേശം പ്രസംഗിച്ച് ജനത്തെ നടത്തണം. ഇല്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആള് കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് വരിക. ലവോദിക്ക. അതില് ലവോദിക്കയിലെ പ്രധാന ഉപദേശം എന്തായിരുന്നു? 3 കാര്യങ്ങളാണ്. എന്താ ഈ 3 കാര്യം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തീയിലൂതിക്കഴിച്ച പൊന്ന്, സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നോട് എന്നോട് വിലയ്ക്ക് വാങ്ങുക. 2, നഗ്നരുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുക. 3, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. ഇത് വചനത്തിലുള്ള കാര്യമായി പറയുന്നേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ വാക്യമായി പറയുന്നത്. 3:18. ഹല്ലേലൂയ. ഇന്നത്തെ ലവോദിക്ക കാലഘട്ടത്തിൽ അവർ പറയുന്നത്, വിശ്വാസികൾ പറയും, ഞങ്ങൾ ധനവാൻ, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, നീ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ട് നിന്റെ ദാരിദ്ര്യം മാറണം, നിന്റെ നഗ്നത മാറണം, നിന്റെ കുരുട് മാറണം. എന്നാലേ കർത്താവിൻ്റെ ഒരു പോകാൻ പറ്റത്തുള്ളൂ. ഈ ഭാഗങ്ങളാണ് പ്രാസംഗികന്മാർ പ്രസംഗിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇത് പ്രസംഗിക്കുന്നില്ല. എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയുമെന്ന് പറഞ്ഞ പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു എന്ന് പൗലൂസ് പറയുമ്പോൾ, ഇന്നത്തെ പൗലൂസുമാർക്കും ഇന്നത്തെ പത്രോസുമാർക്കും പ്രയോജനമുള്ളതൊന്നും പറയാൻ നേരമില്ല. കണ്ട ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കാൻ ആളുമുണ്ട്. അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ. തീയിലൂതിക്കഴിച്ച പൊന്ന്. എന്താണ് ഈ തീയിലൂതിക്കഴിച്ച പൊന്ന്? ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ ഉപനിധി എന്താ? പഥ്യവചനം, പഥ്യോപദേശം. നല്ല വ്യക്തമായി കൃത്യമായി പൗലോസ് പഠിപ്പിക്കുക. ഹല്ലേലൂയ. തീയിലൂതിക്കഴിച്ച പൊന്ന്, ദൈവസഭയുടെ നിധി ഉപദേശം, ഉപനിധി പഥ്യവചനം, പഥ്യോപദേശം. അത് സഭ വിട്ടു. സങ്കീർത്തനങ്ങളും ന്യായപ്രമാണങ്ങളും പിന്നെ വെട്ടും കുത്തും പഠിപ്പിക്കലും അടിയും ഇടിയും ബഹളവുമാണ് നടക്കുന്നത്. പഥ്യവചനം വിട്ടുകളഞ്ഞു, പഥ്യോപദേശം വിട്ടുകളഞ്ഞു. തന്നിമിത്തം സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. കുസ്ത്യന്തോസ് ചക്രവർത്തി 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം സ്വീകരിച്ച് വന്ന തൻ്റെ അനുയായികളെല്ലാം കൂടി ചേർന്ന് ഈ ദൈവസഭയിലേക്ക് നുഴഞ്ഞു കയറി സഭ ദുരുപദേശത്തിലേക്ക് മൂക്കുകുത്തി എന്നാണ് ചരിത്രം. ഹല്ലേലൂയ, സ്തോത്രം. പഥ്യവചനം, പഥ്യോപദേശത്തിൽ നിലനിന്ന സഭ, അപ്പോസ്തലന്മാർ ശക്തമായി ഉപദേശം പ്രസംഗിച്ച് നിർത്തിക്കൊണ്ടുവന്ന സഭ, കർത്താവോട് ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കില്ലെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് അവരെ കർത്താവ് പഠിപ്പിച്ചത്, അവരെ സഭയെ പഠിപ്പിച്ച് അവരെ ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനയിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തിക്കൊണ്ടിരുന്നു. ഇന്ന് വന്നപ്പോൾ അതൊക്കെ പോയി കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതികഥ, സങ്കല്പകഥ, അതും ഇതുമൊക്കെ പറഞ്ഞ് വിശ്വാസികളെ ആത്മീകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ വചനം കൊണ്ട് ജനത്തെ വളർത്തിയെടുക്കുന്ന ഗ്രൂപ്പുകൾ. ഹല്ലേലൂയ. ഈ പഥ്യവചനം പറഞ്ഞു വെച്ചാലും കേൾക്കാനാടില്ല. ഇതിനുവേണ്ടി ദാഹിക്കുന്നൊരു കാലം വരുന്നു സഹോദരങ്ങളെ. ആമോസ് പറഞ്ഞല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ.
ഇന്ന് നിങ്ങൾ പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ഇതിനു വേണ്ടി ദാഹിക്കുന്ന കാലം വരുന്നു, ആസന്നമായി. സഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം ശക്തമായി വിളിച്ചു പറയുന്നു. ഇവിടെ നമ്മൾ വായിച്ചു ഉപനിധി. ഉപനിധി എന്താണ് ഉപനിധി? ഹല്ലേലൂയ. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ കർത്താവാണ് ഉപനിധി എന്ന് പ്രസംഗിക്കുന്ന ഭാഷന്മാരുണ്ട്. അത് തെറ്റാണത്. നമ്മൾ ഉപനിധി അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്നൊരു ക്ലോസാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത്. അല്ല, കർത്താവിൻ്റെ ഉപനിധി അല്ല. ഉപനിധി പഥ്യവചനമാ, പഥ്യോപദേശമാ. എന്നാൽ അത് കർത്താവ് തന്നെയാ. കർത്താവിൻ്റെ പേരുണ്ടല്ലോ, ദൈവവചനം എന്ന പേര്. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഈ പഥ്യവചനം, പഥ്യോപദേശമാണ് ഉപനിധിയായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ ഉപനിധി എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി, നിധി 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 നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചു. അപ്പൊ അഭിഷേകം പ്രാപിച്ച ആത്മനിറവിൽ ഈ ഉപദേശം സൂക്ഷിച്ച് ജീവിക്കണം, അനുസരിച്ച് ജീവിക്കണം. അതാ ഇവിടെ പറയുന്നത്. അത് സഭ വിട്ടുകളഞ്ഞു. അപ്പൊ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. സഭയുടെ നിധി ഉപദേശമാണ്, പഥ്യവചനമാണ്, പഥ്യോപദേശമാണ്. അത് പുതിയ നിയമ അപ്പോസ്തല ഉപദേശം തന്നെയാണ്, ക്രിസ്തുവിന്റെ പ്രമാണം തന്നെയാണ്, ക്രിസ്തുവിന്റെ ഉപദേശം തന്നെയാണ്. അത് സഭ വിട്ടുകളഞ്ഞു. അത് പ്രസംഗിച്ച് പഠിപ്പിക്കാൻ ഇന്ന് ശുശ്രൂഷകന്മാർ കുറവാണ്. തന്നിമിത്തം വിശ്വാസികൾ ആത്മീയ ദാരിദ്ര്യവാസികളായി കിടക്കുക. ആത്മീയ സമ്പന്നതയിലേക്ക് വരേണ്ട ദൈവമക്കൾ ആത്മീയ ദാരിദ്ര്യത്തിൽ കിടന്ന് വട്ടം കറങ്ങുക. ഇതിനാരാ ഉത്തരവാദി? സഭ നടത്തുന്ന പാസ്റ്റർമാരാ. ഞാനാണ് അതിന് ഉത്തരവാദി, പാസ്റ്റർമാരാണ് അതിന് ഉത്തരവാദി. അവരത് ചെയ്യുന്നില്ല. പൂർവ്വം പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിച്ച് കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഹല്ലേലൂയ. ദൈവം അയക്കാതെ ആര് പ്രസംഗിക്കും? ഇന്നത്തെ പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങളൊക്കെ എനിക്ക് അവരോട് വലിയ താല്പര്യം ഒന്നുമില്ല. കാരണം അവർ പറയേണ്ടത് പറയുന്നില്ല, ആവശ്യമില്ലാത്ത പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രയോജനമുള്ളതൊന്നും പറയുന്നില്ല. പൗലോസ് പറഞ്ഞു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചതിരിക്കും. ഈ ക്ലോസിലേക്ക് നമ്മൾ വരണം. പ്രയോജനമുള്ളത് മറച്ചു വയ്ക്കാതെ വിശ്വാസികളെ പഠിപ്പിക്കണം. സഹോദര, നീ ആത്മീയ കുരുടനാണ്. സഹോദര, നീ ആത്മീയ നഗ്നനാണ്. സഹോദര, നീ ആത്മീയ ദാരിദ്ര്യവാസിയാണ്. അതുകൊണ്ട് ഈ 3 കൂട്ടം കാര്യങ്ങൾ വിലക്ക് പ്രാപിച്ച് നീ മടങ്ങി വരണമെന്ന് ശക്തിയോടെ അവരോട് പ്രസംഗിക്കണം. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇലക്ഷൻ നടത്താൻ ആളുണ്ട്, മനുഷ്യനെ ഭരിക്കാൻ ആളുണ്ട്. പഥ്യവചനം പറയാൻ ആളില്ല, പഥ്യോപദേശം പറയാൻ ആളില്ല. സ്വത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, ഈ പത്രദ്വാരയും മാസികകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നമ്മൾ കേട്ടു, രാജ്യം ഭരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ പോവുക. പെന്തക്കോസ്തുകാർ രാജ്യം ഭരിക്കാൻ പോവുക, നമ്മുടെ നാട് ഭരിക്കാൻ പോവുക, പഞ്ചായത്തുകൾ ഭരിക്കാൻ പോവുക. സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയത്തിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുക. ഹല്ലേലൂയ, സ്വത്രം. നമ്മൾ ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുക. സ്വത്രം, സ്വത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 10ാമത്തെ വാക്യം. യഹോവേ, മനുഷ്യൻ അവൻ്റെ വഴിയും നടക്കുന്നവന് അവൻ്റെ കാലടികളെയും നേരെയാക്കുന്നതിന് സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു.
മനുഷ്യൻ അവൻ്റെ വഴിയും നടക്കുന്നവൻ്റെ കാലടികളെയും നേരെയാക്കുവാൻ സ്വാധീനമല്ല. മനുഷ്യനെ ഭരിക്കാൻ കഴിയില്ലെന്ന് സാരം. യിരെമ്യാവ് 10:23. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സദൃശവാക്യം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സദൃശവാക്യം 16:9. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സോളമൻ എഴുതിയിരിക്കുന്നത് എന്താ? 16:9. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. അപ്പം മനുഷ്യന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ, മനുഷ്യനെ ഭരിക്കുവാൻ, മനുഷ്യന് നടക്കുവാനുണ്ടെന്ന പ്രമാണം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ മനുഷ്യനെ ഭരിച്ച് നടത്താൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ, ഞങ്ങൾക്ക് ഭരിക്കാൻ ആള് വേണം. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ക്ഷമിക്കുക. ദൈവം ഒരുവന് കൊടുത്തു. തോളിനേക്കാളും പൊക്കമുള്ള ഒരുത്തനെ, വലിയ പൊക്കക്കാരൻ, കുന്തത്തി വീണ് ചാകേണ്ട ഗതികെട്ട അവസ്ഥ അവന് വന്നു. ചാകാഞ്ഞിട്ട് അമലേക്കിയനോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊന്നു തരാൻ പറഞ്ഞു. നോക്കിയേ അവന്റെ പതനം നോക്കിയേ. ദൈവം മനുഷ്യനെ ഭരിക്കേണ്ടെന്ന് മനുഷ്യൻ പറയുക. ഹല്ലേലൂയ. ഇവിടെ ഈ യിരെമ്യാവ് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം എന്താ? യഹോവേ, മനുഷ്യനെ തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ എന്നറിയുന്നു. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. മനുഷ്യനെ നേരെ ചൊവ്വേ നടക്കുവാനായിട്ട് അവൻ്റെ കാലടികളെ ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ വരുമ്പോഴേ മനുഷ്യൻ മനുഷ്യനാകുന്നുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ ആരാ? മെൻവാസ എഡിക്കൽ അനിമൽ, ഒരു വിവേകമുള്ള മൃഗമായി മാറി. ആധുനിക മനുഷ്യൻ എത്രയോ സത്യം. നല്ല അറിവും കഴിവും പ്രാപ്തിയുള്ള ഒരു മൃഗമായി മാറി. പരസ്പരം കൊന്നു തിന്നുന്ന, പണ്ടൊക്കെ കൊന്നിട്ടേ ഉള്ളൂ, ഇപ്പൊ തിന്നാനും തുടങ്ങി. ഇതി അമീനാണ് അതിനൊക്കെ ആരംഭം വെച്ചു കൊടുത്തത്. അപ്പൊ നമ്മുടെ നാട്ടിലും കേരളക്കരയിലും വന്ന് കൊന്നു തിന്നുന്നവർ. അല്ലല്ലോ, 58 വെട്ട് വെട്ടിയിട്ടും 59ാമത്തെ വെട്ടിന് വേണ്ടി ദാഹിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, അത് വേറെ. പ്രിയ ദൈവമക്കളെ, ദൈവസഭയുടെ പഥ്യവചനം, പഥ്യോപദേശം സഭ വിട്ടുകളഞ്ഞാൽ സഭ ആത്മീക ദാരിദ്ര്യത്തിലേക്ക് പോയി. അതാണ് ആ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എന്താ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തില്? നീ നിർഭാഗ്യവാനും അരിഷ്ടനും. എങ്ങനെയാ നിർഭാഗ്യവനും അരിഷ്ടനുമായത്? ദാരിദ്ര്യവും കുരുടും നഗ്നനും വന്നപ്പോഴാണ് നിർഭാഗ്യവനും അരിഷ്ടനുമായത്. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കടിച്ച പൊന്ന് അപ്പോസ്തല ഉപദേശമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഉപനിധി. 2 തിമോഥെയോസ് 1:12, 13, 14. ഉപനിധി, നിധി, സഭയുടെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം. അത് സഭ വിട്ടപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇന്ന് കാണുന്ന ലവോദിക്യക്കാര് ആത്മീക ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ്. വലിയ വലിയ സംഘടനകളായിരിക്കാം, കോടാനുകോടി സ്വത്തുക്കളുടെ ഉടമയായിരിക്കാം. പ്രസ്ഥാനങ്ങൾക്ക് കോടാനുകോടി സ്വത്തുക്കളുണ്ട്, വലിയ ധനാഢ്യന്മാരുണ്ട്, വലിയ പ്രാസികന്മാരുണ്ട്, വലിയ മേലാളന്മാരുണ്ട്. പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീരൂതി കഴിച്ച പൊന്ന്. അതാണ് പഥ്യവചനം, അതാണ് പഥ്യോപദേശം. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശമാണ് പഥ്യവചനം, പഥ്യോപദേശം. ഇത് പഥ്യം തെറ്റിച്ച പെശകാണ്. ആത്മീയ കോളത്തിലുള്ള കരുത്തന്മാരായ ശുശ്രൂഷകന്മാരല്ല പലരും. അവരുടെ ബിഗിനിങ് സ്റ്റേജ്, പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഈ ഉപദേശത്തിൽ അവർ നിലനിന്നു. ഈ പഥ്യവചനമൊക്കെ കുറേയൊക്കെ അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഭൗതികം വർദ്ധിച്ചു, സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചു, കസേര ഉറപ്പിക്കലായി. സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടാൻ പാട്ടൊക്കെ പാടും. ധനങ്ങൾ മാനങ്ങൾ നശ്വരമാ,
മേലുള്ളൊരുശലിൽ നിത്യാഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്നൊക്കെ പാടും. മനോഹരമായ നിലയിൽ പാടും. കസേരയ്ക്ക് ഇളക്കം സംഭവിച്ചാൽ അവർക്ക് ഭ്രാന്താണ്. അവർക്ക് പിന്നെ അസ്വസ്ഥരാകും അവരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ കോഴ കൊടുത്ത് കസേര ഉറപ്പിക്കുന്നത്. എന്താ ദൈവമക്കളെ! ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പഥ്യവചനത്തിന് വേണ്ടി, പഥ്യോപദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ പഥ്യവചനം പഠിക്കാൻ, പഥ്യവചനം ഗ്രഹിപ്പാൻ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരിക. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ള വസ്ത്രം. ഹല്ലേലൂയ. നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം വെള്ള വസ്ത്രം. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം എടുക്കാം. യെശയ്യാവ് 61. എല്ലാവരും വേദഭാഗങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. നിങ്ങൾ വേറെ ഈ പറയുന്ന വിഷയങ്ങൾ വാക്യസഹിതമാണ് ഞാൻ പറയുന്നത്, ചുമ്മാ ഒന്നുമല്ല. 61 അധ്യായത്തിൽ 2-3 വസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രക്ഷാവസ്ത്രം, നീതി എന്ന അങ്കി. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വിശേഷ വസ്ത്രം 19 അധ്യായത്തിൽ. ഹല്ലേലൂയ. അപ്പൊ രക്ഷാവസ്ത്രം, നീതിയിൽ വസ്ത്രം, രക്ഷാനുഭവത്തിലേക്ക് നമ്മൾ നടത്തി. യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നീതീകരിച്ചു. ജസ്റ്റിഫിക്കേഷൻ, സാന്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, 3 വിഷയങ്ങളും ഉടനെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ ചിത്രം വചനത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അപ്പൊ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. ദൈവം നീതീകരിച്ചു, നീതിയുടെ വസ്ത്രം ഇട്ടു. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്നെ അങ്കി ഇടുവിച്ചിരിക്കുന്നു. 61:10 യെശയ്യാവ്. ഈ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടുത്തി. ദൈവം നീതീകരിച്ച നീതീകരണം അനുഭവം നഷ്ടപ്പെടുത്തി. രക്ഷ കുളമാക്കി കളഞ്ഞു. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാനുഭവം നഷ്ടപ്പെടുത്തി. ദൈവം നീതീകരിച്ച നീതീകരണം നഷ്ടപ്പെടുത്തി. സ്വയനീതിയിലേക്ക് പോയി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദാമിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ തേജസ്സിന്റെ വസ്ത്രം അവർക്കുണ്ടായിരുന്നതായിട്ട് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നു. പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടമായി. ദൈവം അവരെ ഉടുപ്പിച്ച തേജസ് അവരിൽ നിന്ന് പോയി. അവർ നഗ്നരെന്നറിഞ്ഞു. അവർ അത്തിയില കൊണ്ടു തുന്നി ഉടുപ്പൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക? സാധാരണ കർത്താവ് വരുന്ന സമയത്ത് അവര് ഒളിച്ചിരിക്കുക. ആദാമേ നീ എവിടെ? നമുക്കറിയാം, ചരിത്രം ഒരു കഥ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. സ്വയനീതീകരണത്തിന് വേണ്ടി അവരൊരു വസ്ത്രം തുന്നിക്കൂട്ടി ഉണ്ടാക്കി. അതുപോലെ ഇന്ന് പലരും തുന്നിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നടക്കില്ല. ദൈവം തന്ന രക്ഷാവസ്ത്രം നീ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ അഭിപ്രായങ്ങൾക്കും ആലോചനകൾക്കും അനുസരിച്ച്, നമ്മുടെ മാനുഷിക കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് നമുക്കൊരു നീതീകരണവും ദൈവത്തിൽ കിട്ടത്തില്ല. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ രക്ഷാനുഭവം നഷ്ടപ്പെടുത്താതെ നീ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ നീതീകരണം നിനക്ക് ലഭിച്ചെങ്കിൽ ആ നീതീകരണം നഷ്ടപ്പെടുത്തി കളയാതെ നാം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്ന് സഭകൾ രക്ഷ നഷ്ടപ്പെടുത്തി, ദൈവത്തിൻ്റെ നീതീകരണം നഷ്ടപ്പെടുത്തി. അപ്പോൾ ആത്മീക നഗ്നതയിലേക്ക് പോയി. നഗ്നത ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. 3:18 വെളിപ്പാട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ വിശേഷ വസ്ത്രം. ഹല്ലേലൂയ. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ രക്ഷാവസ്ത്രവും നീതി വസ്ത്രവും നഷ്ടപ്പെടുത്തിയെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ തിരിച്ചു പിടിക്കണം.
ദാവീദ് പാപം ചെയ്തപ്പോൾ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടതായിട്ട് സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പൊ നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. ഇന്നത് പലരും സമ്മതിക്കാൻ തയ്യാറില്ല. ഞാൻ തൃശ്ശൂരിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു പെൺകൊച്ച് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തിക്സിൻ്റെ കൂടെ നിരീശ്വരത്വം പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും ഈ കുട്ടി ഇറങ്ങിപ്പോയി. തന്നിമിത്തം പിശാച് കയറി വല്ലാത്ത പരുവത്തിലായി. എനിക്കൊരു കോൾ വരാം, ഒരു പാസ്റ്റർ കിടന്ന് വിളിക്കാൻ തുടങ്ങി. പാസ്റ്റർ ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അതൊരു ഞങ്ങളൊരു ഒരു പെൺകുട്ടിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, ഫിക്സ് പോലെ വരുന്നു. പിശാചായിരുന്നു അത്, പിന്നീടല്ലേ മനസ്സിലായത്. ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് തന്ന വചനം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവ ഒരു മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? ശത്രുവിന്റെ കയ്യിലോട്ട് പോയി. ദാവീദ് പാപം ചെയ്തപ്പോൾ രക്ഷാവസ്ത്രം നഷ്ടപ്പെട്ടു, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. രക്ഷാവസ്ത്രമല്ല, അവർക്ക് രക്ഷാവസ്ത്രം ഇല്ലല്ലോ. പുതിയ നിയമസഭയ്ക്കല്ലേ രക്ഷാവസ്ത്രം, നീതിയിൽ വസ്ത്രം. ഇത് പ്രവചനവാക്യമല്ലേ യെശയ്യാവ്. അപ്പോൾ ഈ രക്ഷാവസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് പറ്റി? രക്ഷണാനുഭവം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് പറ്റി? സാത്താൻ കയറാൻ റെഡിയായി. ഞങ്ങൾ ദൈവവചനം എടുത്ത് ശക്തിയോടെ പ്രസംഗിച്ചു പോകുന്നു. ദൈവം എന്തായാലും കരുണ കാണിച്ചു ആ കുഞ്ഞിനോട്, അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. ഞാൻ എന്തിനിത് പറയുന്നു? നമുക്ക് തന്ന രക്ഷയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെടുത്താം, നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് ഇന്ന് പൽക്കാലം ഓർക്കണം.